അർച്ചനയോ? ഹലോ അർച്ചന, എവിടെ എത്തി? ഹലോ ഡോക്ടർ, എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. ഞങ്ങള് രജിസ്റ്റർ ഓഫീസിലുണ്ട്. ആതിര ഒപ്പുണ്ട്. നിങ്ങൾ ഇറങ്ങിയോ അവിടുന്ന്? ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, വന്നോണ്ടിരിക്കാം. അവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതുവരെ ഇല്ല. സൂക്ഷിക്കണം. എങ്ങനെങ്കിലും ഇവിടെ എത്തിയാ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങാം. ശരി ഡോക്ടർ. ശരി അർച്ചന, എന്തെങ്കിലും കുഴപ്പം തോന്നിയാ വിളിക്കണം കേട്ടോ. വിളിക്കാം. അവര് നേരത്തെ രജിസ്റ്റർ ഓഫീസിൽ എത്തിയെന്ന്. സച്ചേട്ടാ, പുറകില് അയ്യോ, അത് ഏട്ടത്തിന്റെ കാറാണല്ലോ. സച്ചേടാ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നീ ഒന്ന് നോർമലായിട്ടിരിക്കുക. അതെ, ആതിര വിഷമിക്കണ്ട. അവരിപ്പോ ഇങ്ങെത്തും. എന്താ നിങ്ങൾ വൈകിയത്? എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവധിയെടുത്തേയും ഞങ്ങളെ ഫോളോ ചെയ്തു വന്നു. സച്ചേട്ടാ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് ഞങ്ങൾ കാറിന്റെ വേഗത കൂട്ടി മറ്റൊരു റോഡിലേക്ക് കയറി. പിന്നെ അടുത്തേ കണ്ടില്ല. അത് നന്നായി. എന്തായാലും ഇങ്ങനൊരു കാര്യം അവന്തിക ചിന്തിച്ചു കാണില്ല. എന്തായാലും നിന്ന് സമയം കളയണ്ട. സന്ദീപേ, നീ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ. അർച്ചന, നീ ടെൻഷൻ ആവണ്ട. അവന്തിക്ക് എന്തേലും സംശയം തോന്നിയിരുന്നെങ്കിൽ അവൾ എപ്പോഴും ഇവിടെ എത്തിയേനെ. നീ സമാധാനായിട്ടിരിക്കെ, എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഹലോ, മീര ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. ആതിര എവിടെ ഉണ്ടോ? ഇല്ല, രാവിലെ അവൾ അമ്പലത്തിൽ പോവാന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. എന്താ, എന്തു പറ്റി? ആതിര ഏതമ്പലത്തിലാ സാധാരണ പോകുന്നത്? ഇവിടെ അടുത്തൊരു ശിവക്ഷേത്രമുണ്ട്, അവിടെ പോവാറ്. എന്താ, എന്തേലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല.
പിന്നെ ഇവിടുന്ന് പോയപ്പോ അവളുടെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല സംശയമുണ്ട്. എന്ത്? സന്ദീപിന്റെ കൂടിയെങ്ങാനും ഇനി. എന്തായാലും അവന്തിക ഒന്ന് അന്വേഷിച്ചേക്ക്. നമ്മൾ കരുതുന്ന പോലൊന്നുമല്ല ഇപ്പോഴത്തെ പിള്ളേര്. ശരി, ഞാൻ നോക്കിക്കോളാം. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എന്നാ പിന്നെ താമസിക്കണ്ട, നമുക്ക് അകത്ത് പോയി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. എല്ലാരും വാ. വാ സച്ചേട്ടാ, വന്നേ. എന്താ അർച്ചന? സച്ചേട്ടാ, എനിക്കിപ്പോ വല്ലാത്തൊരു ഭയം തോന്നുന്നു. ഇത്രയും നാളില്ലാതിരുന്ന ഭയം ഇപ്പൊ തനിക്ക് വേണ്ട. അവന്തികേട്ടത്തെയാണ് ഭയത്തിന്റെ കാരണമെങ്കിൽ അത് ആവശ്യമില്ലാത്തതാ. ഒരിക്കലും ഏട്ടത്തി ഇത് അറിയാനും പോകുന്നില്ല, ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അതുകൊണ്ട് താൻ ടെൻഷനൊക്കെ കളഞ്ഞ് അകത്തേക്ക് വാ. തന്റെ പ്രയത്നം കൊണ്ട് മാത്രം നടക്കുന്നൊരു വിവാഹം ഇത്. ഇനി എന്ത് വന്നാലും നമ്മളത് നടത്തും. ആരെതിർത്താലും താൻ ഇനി വെറുതെ നിന്നാ മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. താൻ വാ. രാജേഷ് രജിസ്ട്രാറോട് എല്ലാം പറഞ്ഞ് ശരിയായിക്കോളും. ഡോക്ടർ, ഞാൻ സാറിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റാരും അറിയാതിരുന്നാൽ മാത്രം മതി. അപ്പൊ പിന്നെ എല്ലാരും വാ. മോളെ, നിങ്ങൾ ചെല്ലേ, ഞാനിപ്പോ വരാം. കാര്യങ്ങളെല്ലാം രാജേഷ് പറഞ്ഞു. ശരിക്കും കുറെ നിയമങ്ങളുള്ളതാ. മിനിമം 30 ദിവസമെങ്കിലും വിവാഹിതരാകുന്നവരുടെ ഫോട്ടോ നോട്ടീസ് ബോർഡിൽ പതിച്ചിരിക്കണം. എതിർപ്പുമായി ആരും വന്നില്ലെങ്കിൽ മാത്രമേ തടസ്സങ്ങളൊന്നുമില്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. ഞാൻ പറയാതെ തന്നെ ഡോക്ടർക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. ഇത് അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തല്ല സർ. വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ രാജേഷിനോട് ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടത്. രാജേഷിന് ഡോക്ടർ ചെയ്ത ഉപകാരങ്ങൾ കേട്ടപ്പോൾ സഹായിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇനി വൈകിക്കണ്ട. ദാ ഈ അഡ്രസ്സും പേരും എഴുതിയിരിക്കുന്നിടത്ത് 2 പേരും സൈൻ ചെയ്താൽ മതി.
ഇക്ക ഒന്നിങ്ങി വന്നേ. നിങ്ങൾ ടെൻഷൻ ആവണ്ട. വേറൊരു കാര്യം പറയാനാ. സന്ദീപേ, അവരും കൂടി വന്നിട്ട് മതി. അവരകത്ത് കാണും, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. അന്ന് കിട്ടിയൊന്നും തികഞ്ഞില്ലെന്നുണ്ടോ? ഇനി ഇതിന്റെ മുന്നിൽ കിടന്ന് വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എങ്കിൽ ഞാൻ റെഡിയാ. ഇതൊന്നും തൽക്കാലത്തേക്ക് അവരോട് പറഞ്ഞ് അവരെ ടെൻഷനാക്കണ്ട. ഇനി ഏത് നിമിഷവും അവന്റെ ഇവിടെ എത്തും. അതിനുമുമ്പ് ഇത് നടത്തണം. വാ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. ഒരു പേഷ്യന്റ് വിളിച്ചിട്ട് സംസാരിക്കാൻ പോയതാ. നിങ്ങൾ വാ. വാ വാ, സമയായി. ഇനി താമസമൊന്നുമില്ലല്ലോ? ആ, ഇല്ല. അപ്പൊ സൈൻ ചെയ്യാം അല്ലേ? ആ, ചെയ്യാം സർ. സന്ദീപേ. ഈശ്വരനെ വിചാരിച്ച് ഐശ്വര്യമായി ഈ താലി ആതിരയുടെ കഴുത്തി കെട്ടിക്കൊടുക്കുക. നീ ഇനി ടെൻഷൻ ആവണ്ടടാ. നിയമപരമായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു. താലി കെട്ടുന്നതാ അതിന്റെ ഒരു ഭംഗിയും പൂർണ്ണതയും.
നീ ധൈര്യമായിട്ട് കെട്ടിക്കോടാ. ഇതൊരു ക്ഷേത്രത്തിൽ വെച്ചാണെന്ന് കരുതിയാൽ മതി. ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. ദാ, പിടിച്ചോ. വാങ്ങിക്ക്. ഇട്ടുകൊടുക്ക. മോളിട്. ചേച്ചി, ഞങ്ങളുടെ ഈ ജീവിതത്തിന് ഞങ്ങൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ചേച്ചിയോടാ. ഞങ്ങളെയും ഞങ്ങളുടെ ഇഷ്ടത്തെയും മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ നന്ദി പറയേണ്ട എന്നോടല്ല, സച്ചേട്ടനോടാ. സച്ചേട്ട് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊരിക്കലും നടക്കില്ലായിരുന്നു. പിന്നെ ദൈവരോടും. നിങ്ങൾ രണ്ടുപേരും സച്ചേട്ടൻ്റെ അനുഗ്രഹം വാങ്ങിക്കും. എടുത്തിട്ട് അനുഗ്രഹം വാങ്ങിക്കും. ആതിരയുടെ സന്ദീപിൻ്റെ വിവാഹം ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്. എല്ലാവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതും അതുതന്നെയാണ്. അവരുടെ ആ വലിയ ആഗ്രഹം നടത്തി കൊടുത്തില്ലെങ്കിൽ ഒരു ചേച്ചിയായിട്ടോ ഏടത്തിയായിട്ടോ ആ സ്ഥാനത്ത് തുടരാൻ ഞാൻ അർഹയില്ല എന്നുള്ള ചിന്ത എന്നെ വേട്ടയാടുന്നുണ്ട്. എൻ്റെ സച്ചിൻ്റെ ജീവിതം പോലെ ആവരുത് ഇനി മറ്റാരുടെയും. എൻ്റെ ഈ വലിയ ആഗ്രഹം ഒരു ദിവസം സഫലീകരിക്കും. അത് ആരു മുഖേനയെന്ന് എനിക്കറിയില്ല. സന്ദീപ് ആതിരെ ഒന്നിക്കുന്ന നിമിഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും അതുതന്നെയാണ്. എന്താ അവന്തിക, എന്നെ കാണുമ്പോഴൊക്കെ നിനക്ക് ഞെട്ടലാണല്ലോ. ഞാനും ഇക്കയും കൂടി
ഒരു സ്ഥലത്തിന്റെ രജിസ്ട്രേഷന് വേണ്ടി ഇവിടെ വന്നതാ. അല്ല, അവന്തിക എന്താ ഇവിടെ?